ഹായ് ഗായ്സ്, ഈ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോറസ്റ്റിലൂടെ പോകുന്ന ഈ പാതയിലൂടെ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ പറയാം. ന്യൂസിലൻഡിലെ ഹിഡൻ പ്ലേസ് ആയിട്ടുള്ള കുരാറ്റു ലാഗോ എന്ന് പറഞ്ഞൊരു പ്ലേസാണ്. ഞങ്ങളുടെ ഫ്രണ്ട് ഓൺലൈനിൽ നോക്കി പ്രത്യേകം കണ്ടുപിടിച്ചൊരു പ്ലേസാണിത്. സ്വിം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നമ്മൾ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് വീണ്ടും കാടിനകത്തൂടെ നടന്നു പോകണം. കൊടും കാട് തന്നെ പറയാം. കല്ലും പാറകളും മരമെല്ലാം ഇടിഞ്ഞ് വീണ് കിടക്കുന്നൊരു വഴിയാണ്. നമ്മൾ അതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് അരുവിയും വെള്ളം ഒഴുകി പോകുന്നതെല്ലാം കാണാം. വളരെ ട്രാൻസ്പെറൻ്റാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ക്ലിയർ വാട്ടറാണെന്ന്. നമ്മൾ ഇതിലൂടെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതെല്ലാം കാണുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് അകത്ത്, കാരണം ഫുള്ള് മരങ്ങളായതുകൊണ്ട്. അങ്ങനെ പോയി നമ്മളതേ സുന്ദരമായ കാടിൻ്റെ നടുവിലുള്ള ഗ്രീൻ വാട്ടർ, പച്ച കളറുള്ള വെള്ളത്തിൻ്റെ ആ പോണ്ട്, ഒരു തടാകം പോലൊരു സംഭവം അവിടെ എത്തിയിട്ടുണ്ട്. കുറേ നേരം അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തായിരുന്നു കോമഡി. വെള്ളം ഭയങ്കര തണുപ്പായിരുന്നു. ഫ്രീസറിലെ വെള്ളം പോലെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോവുകയാണ്. ഞങ്ങളെ കൂടെ സ്വിം ചെയ്യാൻ വന്നവൻ, ഈ പ്ലേസ് കണ്ടുപിടിച്ചവൻ അതിനകത്ത് ഇറങ്ങിയില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളെ ഞരമ്പെല്ലാം തരിച്ചു പോകുന്നത്ര തണുപ്പായിരുന്നു. എനിവേ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് സ്വിമ്മെല്ലാം ചെയ്ത് കുറച്ച് ഇംഗ്ലീഷുകാരെല്ലാം അവരൊക്കെ ആയിട്ട് കമ്പനി അടിച്ചത് തിരിച്ചു പോവുകയാണ്. ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, ആ വെള്ളത്തിൽ ഒരു വഴുക്കലുണ്ട്. വെള്ളത്തിനിറങ്ങുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. കുറേ ഡേഞ്ചർ സൈനും എല്ലാം ഉണ്ട്. പിന്നെ ന്യൂസിലൻഡിൽ കൊടും സമ്മറായതുകൊണ്ട് ഇംഗ്ലീഷുകാർക്കൊന്നും ഈ വെള്ളമൊന്നും ഒരു പ്രശ്നമേ അല്ല. എനിവേ നമ്മൾ ആദ്യം അത്ഭുതപ്പെട്ടു പോയി, ഇവരെങ്ങനെയാണ് ഈ തണുത്ത കോച്ചി പിടിക്കുന്ന ഈ തണുത്ത വെള്ളത്തിൽ എങ്ങനെ ഇറങ്ങിയെന്നൊക്കെ.